മിക്കവാറും പാലക്കാട് രമേശ് പിഷാരടി ജയിക്കാനാണ് സാധ്യത. കാരണം രമേശ് പിഷാരടി ജയിച്ച ജനങ്ങളുടെ മുന്നിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരാന്ന രമേശ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാലക്കാട് മമ്മൂക്ക വന്ന് എല്ലാവരും മമ്മൂക്കയായിട്ട് സെൽഫി എടുത്ത പാലക്കാട് വികസിക്കുമായിരിക്കില്ലേ എന്നാണ് രമേശ് പിഷാരടി ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ രമേശ് ഏട്ടാ, പാലക്കാട് മമ്മൂക്ക വന്ന് എന്തായാലും അടുപ്പൊന്നും വേവില്ല. മമ്മൂക്ക തൽക്കാലം ഞങ്ങൾ സിനിമയിൽ എന്തായാലും കണ്ടോലാം. സിനിമ കണ്ടിട്ട് കൈയടിക്കുകയും ചെയ്യാം, ഹിറ്റാക്കുകയും ചെയ്യാം. മമ്മൂക്ക വരാൻ വേണ്ടിയിട്ട് പിഷാരടിക്ക് ഒരു വോട്ട് ചെയ്യണമെന്നാണ് ഇപ്പൊ എന്റെ ഒരു സംശയം. എന്തൊക്കെ രമേശ് ഏട്ടനാണ് മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത്. അഖിൽ മാരാറിനെ പറ്റി ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് രമേശ് ഏട്ടൻ മാസമായിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇതുപോലത്തെ ഒരു മണ്ടത്തരം ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മീഡിയയിൽ ഇപ്പോൾ രമേശ് ഏട്ടൻ അഖിൽ മാരാറൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസിന്റെ വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഒരു സീറ്റ് രമേശ് ഏട്ടൻ ഒപ്പിച്ചെടുത്തു. അതെന്തായാലും നല്ല ബുദ്ധി തന്നെയാണ്. ഇതിപ്പോ സീരിയസ് പൊളിറ്റിക്സ് ഒന്നുമല്ല, വെറും കോമഡി ഷോ പോലെ ആയിട്ടുണ്ട്. ജനങ്ങളെ ജയിപ്പിക്കുന്നത് അവർക്ക് പെൻഷൻ വരാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനും റോഡ് വീട് ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജയിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഓഫർ രമേശ് ഏട്ടൻ കൊടുത്തതോ മമ്മൂക്ക പാലക്കാട് വരുന്നുള്ളത്. നമുക്കിത് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ ഇതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു വൈറൽ ഡയലോഗാണ്. കാരണം ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് വികസനം പറഞ്ഞാൽ അതെന്തായാലും ആരും ശ്രദ്ധിക്കാനൊന്നും പോവില്ല. എല്ലാവരും വികസനം പറഞ്ഞിട്ട് വികസനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അത് കേട്ടിട്ട് മടുത്തു. ആ കൂടെ പെൻഷന്റെ പൈസ കൂട്ടിയോ അത് എത്ര രൂപ കൂട്ടി ഇതൊക്കെ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ജനങ്ങൾക്ക് വേണ്ട കാന പീന മക്കാന, അല്ലാണ്ട് ജനങ്ങൾക്ക് വലിയ വികസനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പൊളിറ്റിക്സിൽ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പറഞ്ഞ എന്തായാലും വൈറലാകില്ല. അതുകൊണ്ട് കോൺട്രവേഴ്ഷ്യൽ ഡയലോഗ് പറഞ്ഞാലോ വൈറലാവുന്ന ഉറപ്പാണ്. ഇതിപ്പോ വൈറലുമായി. എല്ലാവരും രമേശ് പിഷാരടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എത്ര വികസനം കൊണ്ടുവന്നു എന്നുള്ളതിലല്ല കാര്യം. ബാലറ്റ് പെട്ടി പെട്ടെന്ന് നോക്കുമ്പോൾ ആരുടെ പേരാണ് ആദ്യം പതിയുന്നത് അതിൽ ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ കുത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേര് എപ്പോഴും ഫെമിലിയർ ആയിരിക്കണം.